നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. എനിക്കൊരു സംശയം എന്ന് പറഞ്ഞാൽ സാധാരണ തെരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോൾ ചാനലുകൾ മാറി 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 ഭയങ്കരമായിട്ട് പ്രചരണങ്ങൾ മാത്രമല്ല, ഈ പറഞ്ഞോണം വോട്ടിങ്ങിൻ്റെ എത്ര പേഴ്സൻറ്റേജ് ഒരു അതൊക്കെ എപ്പോഴും കൃത്യമായിട്ട് അവർ പറയാറുണ്ട്. എത്ര പേഴ്സൻറ്റേജ് LDF പോകും, എത്ര പേഴ്സൻറ്റേജ് UDF കിട്ടും. പക്ഷേ ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒറ്റ ചാനലും ആർക്ക് കിട്ടുമെന്നോ എന്താണ് ഇനി വരുന്ന ഫലമെന്നോ ഒന്നും തന്നെ പറയുന്നില്ല. കാരണം എന്തായിരിക്കും? സാധാരണഗതിയിൽ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നാൽ പോലും ചാനലുകാർ സാറ്റലൈറ്റ് വലിയ സർവേ ഫലമൊക്കെ നടത്തും. ഞങ്ങളുടെ സർവേ ഇങ്ങനെയാണ് വരുന്നത്, ഒന്നാം സ്ഥാനം അവർക്കെല്ലാം CPM ആണ് വരുന്നത്. ഇതിനകത്ത് ഒരനക്കവും ഉണ്ടായില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമീപകാലത്ത് കണ്ട ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും ശക്തമായ ഒരു ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ് നിലമ്പൂരിൽ. നമുക്കറിയാം പാലക്കാട്, പുതുപ്പള്ളി, തൃക്കാക്കരയൊക്കെ നടന്നതിനേക്കാളും ശക്തമാണ്. ഈ കഴിഞ്ഞ ദിവസം തന്നെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായത്. അതിന് തലേ ദിവസം തന്നെ CPMൻ്റെ MV ഗോവിന്ദൻ പറഞ്ഞ CPM RSS ബന്ധം, ആ പ്രസ്താവനയിലൂടെ തന്നെ മുസ്ലിങ്ങളുടെ വോട്ടിൽ തന്നെ ഒരു ചലനം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അത് ആ മണ്ഡലത്തിൽ വലിയ ചർച്ചയായി. അതിനോടൊപ്പം തന്നെ പിറ്റേ ദിവസം പോളിംഗ് സമയത്ത് തന്നെ സ്ഥാനാർത്ഥികളുടെ കെട്ടിപ്പിടുത്തം നിഷേധം, അതായത് അൻവറിനെ കെട്ടിപ്പിടിക്കാൻ ഷൗക്കത്ത് ചെല്ലുമ്പം ഷൗക്കത്തിനെ മാറ്റുന്നു, കെട്ടിപ്പിടുത്തമൊന്നും വേണ്ട എന്ന് പറഞ്ഞ്. അന്നേ ദിവസം ശശി തരൂരിൻ്റെ ഒരു സർജിക്കൽ സ്ട്രൈക്ക്, എന്നെ അങ്ങോട്ട് വിളിച്ചിട്ടില്ല, എനിക്കൊരു മിസ്ഡ് കോള് പോലും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ്. അങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ ആളാം വീതം വിളിക്കാൻ അത് സംബന്ധ വീടൊന്നും അല്ല എന്നാണ് കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ കൊടുത്തത്. രാജ്മോഹൻ ഉണ്ണിത്താന് ഒന്നും ഈ തരൂരിനെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല എന്നുള്ളതാണ്. മറ്റേ KPCC സംസ്ഥാന പ്രസിഡന്റ് എന്ത് ചെയ്തു? അതിനെ ഒരു സമവായ രീതിയിൽ പറഞ്ഞു. 40 താരപ്രചാരകരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. അതിൽ 8ാമനാണ് തരൂർ എന്ന് പറഞ്ഞു. ഇവർ പറഞ്ഞു 8ാമനാണോ 1ാമനാണോ, അത് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. എപ്പോൾ വരണം, എവിടെയാണ് വരേണ്ടത്, എവിടെയാണ് പ്രസംഗിക്കേണ്ടത്, ഈ വക കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്ന് തരൂരും മറുപടി കൊടുത്തു. അതുപോലെ തന്നെ ആ പോളിംഗ് സമയം തന്നെയാണ് രാവിലെ രാജ്ഭവനിലെ ശിവൻകുട്ടി ഭാരതാംബയുടെ ചിത്രം കണ്ട് രോഷാകുലനായി ഇറങ്ങിപ്പോകുന്നത്. ഇതെല്ലാം മണ്ഡലത്തിലെ വോട്ട് ചലനത്തിൽ ചില കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നത് സുരേഷ് ഗോപി ഇപ്പം പറഞ്ഞല്ലോ, ട്വിസ്റ്റ് ചെയ്ത് വിടുവാണ്. ഇപ്പോൾ ഒരു കാര്യത്തെ, വലിയ കാര്യങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ് ഭാരതാംബ വിഷയം ഇപ്പോൾ എടുത്തിട്ടിരിക്കുന്നത്. വലിയ വലിയ കാര്യങ്ങൾ ഇവിടെ ഇപ്പുറത്ത് കിടപ്പുണ്ട്. എന്നിട്ട് UDF കേന്ദ്രങ്ങളിൽ അവർക്ക് ഉറച്ച വിശ്വാസമുണ്ട്, അവരുടെ നില മെച്ചപ്പെടും, ഒരു 50% വോട്ട് പിടിക്കും എന്നാണ് മാത്രമല്ല KPCCയുടെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ പറയുന്നത്. കൃത്യമാണ്. കാരണം ഇപ്പം സുരേഷ് ഗോപി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. കാരണം MV ഗോവിന്ദൻ്റെ അവസാനത്തെ ഒരു പരാമർശം, RSS ബന്ധവും ഉണ്ടായിരുന്നു, CPMന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു പരാമർശവും പല കാര്യങ്ങളും ഈ MV ഗോവിന്ദൻ്റെ മാത്രമല്ല CPMലെ പല നേതാക്കന്മാരുടെയും പല രീതിയിലുള്ളതും വളരെയധികം നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്നാമതേ LDF സർക്കാരിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. പിന്നെ CPMൻ്റെയും കൂടെ ആയപ്പോഴത്തേന് ആകെപ്പാടെ അവിടെ 8 നില പൊട്ടാനുള്ള സാധ്യത പൂർണ്ണമായി. അത് തന്നെയാണ് സുരേഷ് ഗോപി ഇന്ന് പറഞ്ഞ വലിയ പ്രശ്നങ്ങൾ ഇപ്പുറത്ത് കിടക്കുമ്പോൾ അതിനെ മറയ്ക്കാനാണ് അടുത്ത ഭാരതാംബയെ കുത്തിപ്പൊക്കിക്കൊണ്ടുവന്നത്. ഇപ്പൊ കോൺഗ്രസ് തന്നെ പറയുന്നത് ഈ വിജയത്തിന് UDF അവിടെ വിജയിക്കും, 50% വോട്ട് നേടുമെന്നും പറയുന്നുണ്ട്. ആ വിജയത്തിന് പിന്നിൽ ലീഗാണെന്ന് ഇപ്പോഴേ കോൺഗ്രസ് പറയുന്നുണ്ട്. KPCCയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ് പറയുന്നത്. കാരണം ലീഗും കോൺഗ്രസും സാധാരണഗതിയിൽ പലപ്പോഴും ചില കാര്യങ്ങളിൽ വിജയത്തിന് വരുമ്പോൾ അത് തങ്ങളുടേതാണെന്നുള്ള അവകാശവാദവുമായിട്ട് വരുന്നുണ്ട്. ഇവിടെ അത് കോൺഗ്രസ് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതിന് കാരണമുണ്ട്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിൻ്റെ അടുത്ത ദിവസം മുതൽ കുഞ്ഞാലിക്കുട്ടി നിലമ്പൂർ മണ്ഡലത്തിലുണ്ട്. ഇന്നലെയാണ് അദ്ദേഹം അവിടെ നിന്ന് കോഴിക്കോട്ടേക്ക് വണ്ടി കയറിയത് തന്നെ. അപ്പോൾ അത്രത്തോളം പ്രവർത്തനമാണ് നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ലീഗിനും കോൺഗ്രസിനും ഒരുപോലെ സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണ് നിലമ്പൂർ.
അവിടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ക്യാമ്പയിൻ മാനേജരായിട്ടാണ് കുഞ്ഞാലിക്കുട്ടി പ്രവർത്തിച്ചത്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഏതാണ്ട് ഒരു 10,000-ഓളം ജനകീയ വിഷയങ്ങൾ കടന്നു വന്നു. ഈ വിഷയങ്ങളെല്ലാം തന്നെ കുഞ്ഞാലിക്കുട്ടി പരിഹരിച്ചു. അതിനോടൊപ്പം തന്നെ UDF-നകത്തുണ്ടായ സ്വരച്ചേർച്ചയില്ലായ്മ, തർക്കങ്ങൾ, ഇതെല്ലാം തന്നെ കുഞ്ഞാലിക്കുട്ടി പരിഹരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ ഈ കുഞ്ഞാലിക്കുട്ടിയുടെ ശക്തമായ ഒരു ഇടപെടലാണ് ഉണ്ടായത്. അങ്ങനെ അതുപോലെ തന്നെ അൻവർ അവിടെ വളരെ ശക്തനായി മാറുന്നു എന്ന് UDF മനസ്സിലാക്കി. ഇതിൻ്റെ തുടക്കഘട്ടത്തിൽ അൻവർ നമ്മൾ പറഞ്ഞു 1000 വോട്ട് 2000 വോട്ട് ഒക്കെ നേടുകയുള്ളൂ, അൻവർ ഒന്നുമില്ലാതായി. അൻവറിന് ഒരു നല്ല ജനപിന്തുണയുണ്ട്. കാരണം അൻവർ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിച്ചത്. അപ്പൊ തീർച്ചയായിട്ടും അൻവറിന് ഒരു ജനപിന്തുണ കിട്ടും. വഴിക്കടവ്, ചുങ്കത്തറ എന്നീ 2 സ്ഥലങ്ങളിൽ നിന്ന് അൻവറിന് നല്ല ഹോൾഡാണുള്ളത്. അൻവർ അപ്പൊ ചോദിക്കും ആരുടെ ഭാഗത്തെ വോട്ടായിരിക്കും പോകുന്നത്. 2 മുന്നണികൾക്കും അങ്കലാപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 2 ഭാഗത്തുള്ളതും പോകും. അൻവറിന് വോട്ട് ചെയ്യാതിരിക്കുന്നത് അൻവറിനോടുള്ള ഇഷ്ടക്കേടല്ല അവിടെ. കാരണം ഇനി ഒരു UDF-ന്റെ അധികാരമുണ്ടെങ്കിലേ ജനങ്ങൾക്ക് എന്തെങ്കിലും, അൻവറിനെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്നാൽ പോലും അൻവറിന് ചെയ്യാൻ പറ്റുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ഒരു സ്വതന്ത്രന് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഒപ്പം നിന്നാലേ ഒരു സ്വതന്ത്രന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കത് മനസ്സിലാവും. അത് അൻവറിനോടുള്ള ഇഷ്ടക്കേടല്ല. ഒരു പക്ഷേ ഇനിയെങ്കിലും നിലമ്പൂരിൽ എന്തെങ്കിലുമൊക്കെ ഈ 10 മാസം കൊണ്ട് സാധിക്കണമെങ്കിലും ഒപ്പം LDF-നിട്ടുള്ള ഒരു പണി കൂടിയാണ് അവിടുത്തെ ജനങ്ങൾ മുൻകൂട്ടി കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് UDF-ലേക്ക് ആ വോട്ട് മറിയാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് അൻവറിനോടുള്ള ഇഷ്ടക്കേടല്ല. അൻവർ എന്ന ഒരു വ്യക്തി, ഒരു പക്ഷേ UDF-ലേക്ക് അൻവർ ഒരു ഇതായിട്ട് നിന്നിരുന്നു എങ്കിൽ ഇപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന ഇന്ന് പറഞ്ഞിരിക്കുന്ന 5000 വോട്ടിന്റെ ഭൂരിപക്ഷം അല്ല. ശരിക്കും പറഞ്ഞാൽ 8 നിലയിൽ തന്നെ LDF അവിടെ CPM അവിടെ പൊട്ടിയേനെ. ഈ അൻവർ അതിന് കിട്ടുന്ന വോട്ടിൽ കുറച്ച് ഭരണവിരുദ്ധ വികാര വോട്ട് അൻവറിനും കിട്ടും. കാരണം അൻവർ CPM-നെയും പിണറായിയെയും ചോദ്യം ചെയ്തുകൊണ്ടുകൂടിയാണ് ഇറങ്ങിയത്. അപ്പോൾ ഭരണവിരുദ്ധ വികാര വോട്ട് അൻവറിനും കിട്ടും, ഷൗക്കത്തിനും കിട്ടുമെന്നുള്ളതാണ്. ഈ അൻവറിന് ഒരു താല്പര്യം എന്ന് പറയുന്നത് ഷൗക്കത്തിനെ തോൽപ്പിക്കുക എന്നുള്ളതായിപ്പോയി, സ്വരാജിനെ തോൽപ്പിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട്. കാരണം സാധാരണഗതിയിൽ രാഷ്ട്രീയത്തിൽ നമ്മൾ കാണുന്നത് LDF മുന്നണിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടൻ UDF-ലേക്കുള്ള പ്രവേശമാണ്. പക്ഷേ അൻവർ ശക്തമാകുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ UDF എന്ത് ചെയ്തു? ഒറ്റക്കെട്ടായി നിൽക്കാൻ തുടങ്ങി. കോൺഗ്രസ്സുകാർ ഒന്നിച്ച് നിൽക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ അൻവർ ഒരുപാട് ബാർഗെയിൻ ചെയ്യുന്ന ആളായി മാറി. വിലപേശൽ നടത്തി, പാലക്കാട്ടും ചേലക്കരയിലും നടത്തി. ഞാൻ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്, എൻ്റെ സ്ഥാനാർത്ഥിയെ വേണേൽ നിങ്ങൾ പിന്തുണച്ചോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാർഗെയിനിങ് തുടർന്നു കഴിഞ്ഞാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും അൻവർ അത് കുളമാക്കുമെന്ന് UDF മനസ്സിലാക്കി. അതുകൊണ്ടാണ് അൻവറിനെ അകറ്റി നിർത്തിയത്. നിലമ്പൂർ UDF നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാരണം അൻവറിനെ ഒതുക്കണം, സ്വരാജിനെ ഒതുക്കണം, ഒപ്പം BJP-യുടെ സ്ഥാനാർത്ഥിയുണ്ട്. അപ്പൊ ഇത് 3 UDF-ന് വല്ലാത്ത ഒരു അതാണ്. UDF വിജയം നേടുന്നത് ഒരു വലിയ വിജയം തന്നെ ആയിരിക്കും. അത് അവർക്ക് 2026 ഭരണം പിടിച്ചെടുക്കാനുള്ള ഭരണം അടുത്തെത്തി എന്നുള്ളതിന്റെ സൂചനയാണ്. ഇത് മുൻനിർത്തിക്കൊണ്ട് നിലമ്പൂർ ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ടായിരിക്കും ഇനി അവരുടെ. അപ്പോൾ കോൺഗ്രസ് ക്യാമ്പിലുള്ള ഉറച്ച വിശ്വാസം ഇപ്പോൾ ഒരു 16,000 മുതൽ 20,000 വോട്ട് വരെ ഭൂരിപക്ഷം ഷൗക്കത്തിന് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഏതായാലും സാറ്റലൈറ്റ് ചാനലുകൾ സർവേ നടത്തുന്നില്ല എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. ഇപ്പൊ സാർ എന്തായാലും ഒരു സർവേ നടത്തിയിരിക്കുക. ഒരു 15,000 വോട്ട് എന്തായാലും കുറഞ്ഞതുണ്ടായിരിക്കും. കോൺഗ്രസ് ക്യാമ്പുകളിൽ 16,000 മുതൽ 20,000 വോട്ടാണ് പറയുന്നത്. അൻവർ പറയുന്നത് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ നടന്ന് തിരുവനന്തപുരം വരെ എത്തും, എന്നിട്ട് നിയമസഭയിൽ വന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. സ്വരാജ് സെക്രട്ടേറിയറ്റിൽ പോകും, ഷൗക്കത്ത് പോയി കഥ എഴുതുമെന്ന്. അദ്ദേഹം കഥ എഴുതുകയും സിനിമയൊക്കെ ഉണ്ടല്ലോ, പാഠമൊന്ന്, ഒരു വിലാപം, ദൈവനാമത്തിൽ എന്നീ സിനിമകളൊക്കെ വളരെ ശ്രദ്ധേയമായ സിനിമയാണ്. ഷൗക്കത്തിന്റെ തൊട്ട് പിന്നാലെ അൻവർ ഉണ്ടായിരിക്കും. അൻവറിനെ സ്വരാജിന് അത്രയും നേടാൻ പറ്റില്ല. ഒരു പക്ഷേ 2ാം സ്ഥാനത്ത് അൻവർ, 3ാം സ്ഥാനത്ത് സ്വരാജുമാവാനായിരിക്കാം സാധ്യത. ഒരു ഞെട്ടിക്കുന്ന സംഭവമായിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അൻവറിന്റെ വിലപേശൽ അല്പം മുറുകുകയും ചെയ്യും UDF-നകത്ത്. അത് UDF-ലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്കും വലിയ തലവേദന ഉണ്ടാക്കും. കാരണം അൻവറിന്റെ ലക്ഷ്യം എന്ന് പറയുന്ന അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വന്ന് അതിനാണ് ആദ്യം PS ജോയിയെ ഇറക്കാൻ തീർച്ചപ്പെടുത്തിയത്. ജോയിയെ എന്നിട്ട് 26 ആകുമ്പോൾ പതുക്കെ അനുനയിപ്പിച്ച് മാറ്റി നിർത്തി അൻവർ അവിടെ മത്സരിച്ച് മന്ത്രിയാകാൻ. മാത്രമല്ല സാർ, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അൻവറിന് കേരളത്തിൽ കുറച്ച് ഫാൻസ് ഉണ്ട്.
അതെ അതെ കാരണം അൻവർ ഒരു നാടിന് വേണ്ടിയിട്ട് സ്വന്തം പാർട്ടിക്ക്, അതായത് സ്വന്തം നിലപാട് നിന്നുകൊണ്ട് ഏത് പാർട്ടിക്ക് വേണ്ടിയിട്ടാണോ നിന്ന് ആ പാർട്ടിയെ വെല്ലുവിളിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അൻവറിന് കുറച്ച് ഫാൻസ് ഉണ്ട്. അപ്പോൾ അത് അൻവർ മറ്റെവിടെ പോയി നിന്നാലും അൻവറിന് അതൊരു സഹായമാണ്. അത് UDF മനസ്സിലാക്കി അൻവറിനെ ചേർത്ത് നിർത്തിക്കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിന് ഒരു പക്ഷേ അൻവറിനെ എവിടെയെങ്കിലും നല്ല ഭൂരിപക്ഷത്തോടെ കൂടി തന്നെ ജയിക്കാൻ പറ്റും.